ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ലയണൽ മെസ്സി കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ എത്തുമെന്ന് പ്രചരിപ്പിച്ച് 126 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനെതിരെയും അന്വേഷണമുണ്ടാകും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. നിഷ, കേരളത്തെ ആകെ പറ്റിച്ച ഒരു ഇൻസിഡന്റാണ്, ഒരു സംഭവമാണ്. അതിന് പിന്നിൽ വലിയ ആരോപണങ്ങൾ, വലിയ ക്രമക്കേടുകളൊക്കെ നിലനിൽക്കുന്നു. സർക്കാരിന്റെ ഇടപെടൽ സംശയാസ്പദമായി നിലനിൽക്കുന്നു. ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കളത്തിലേക്ക് വരുമ്പോൾ ആന്റോ അഗസ്റ്റിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ആന്റോ അഗസ്റ്റിനൊപ്പം ചേർന്ന് ഈ തട്ടിപ്പിൽ പങ്കുചേർന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു കരാറില്ലാത്ത, ഏതെങ്കിലും രീതിയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചുള്ള വിവരങ്ങളില്ലാത്ത, ഒരു രേഖ പോലും ഇല്ലാത്തൊരു ഇടപാടിനെ കൂട്ടുനിന്നതെന്നുള്ള ചോദ്യമുണ്ട്. അതിൽ എന്തിന് യോഗങ്ങൾ വിളിച്ചു എന്ന ചോദ്യമുണ്ട്. എന്തിനാണ് സംസ്ഥാനത്തെ മുൻ കായിക മന്ത്രി സ്പെയിനിൽ പോയതെന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം ഈ പറയുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രത്തിന് അനുമതി നേടി കത്ത് നൽകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എത്രത്തോളം ഗൗരവകരമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഇടപെടൽ? അന്വേഷണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്കുമുറുകുകയല്ലേ? പ്രജിത്ത്, ഈ അർജന്റീനിയൻ സൗഹൃദ മത്സരമൊക്കെ പ്രഖ്യാപിച്ച് ലയണൽ മെസ്സിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഫുട്ബോൾ ആരാധകരെയും കേരളത്തിലെ ജനങ്ങളെയും ഒന്നാകെ പറ്റിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല, ഇതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ സൗഹൃദ ഫുട്ബോൾ മത്സരം പ്രഖ്യാപിച്ച് അർജന്റീനിയൻ താരം ലയണൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പ്രചരിപ്പിച്ചാണ് ഇത്തരത്തിൽ ആന്റോ അഗസ്റ്റിൻ വലിയ ഒരു വിശ്വാസവഞ്ചനയടക്കം കാണിച്ചിരിക്കുന്നത്. ഈ ആന്റോ അഗസ്റ്റിൻ ഇതിൽ പറയുന്നത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്നാണ്. പക്ഷേ ഈ പണം നൽകിയതിന് യാതൊരുവിധ തെളിവുകളുമില്ല. ഈ പണം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകി എന്നത് കാണിച്ചുകൊണ്ട് വിദേശത്തുള്ള മറ്റേതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ആണോ ഈ പണം നൽകിയിട്ടുള്ളത് എന്നാണ് പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരിക. എന്തായാലും ഫെമ നിയമലംഘന പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇഡിക്ക് പരാതിയൊന്നും ലഭിച്ചില്ല. ഇത്തരത്തിൽ മറ്റ് FIRകളൊന്നും രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പരാതികൾ ഏതെങ്കിലും ലഭിക്കുകയാണെങ്കിൽ പ്രത്യേകമായ ഒരു ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MD ആന്റോ അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടത്തുക. മാത്രമല്ല, ഈ 2023 ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അന്നത്തെ കായിക മന്ത്രി ഇത്തരത്തിൽ മെസ്സി വരുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതും. അതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായും ആന്റോ അഗസ്റ്റിനുമായും ബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതിന് പിന്നിൽ എന്താണ് നടന്നിട്ടുള്ളത്, കള്ളപ്പണ ഇടപാടുകൾ ഏത് രീതിയിലാണ് നടന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോകുന്നുണ്ട്. എന്തായാലും PMLA കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫെമയിൽ മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെ ഇടുക്കി നേരിട്ട് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായി മുന്നോട്ട് പോകാനാകും. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഈ കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് മറ്റൊരു ED അന്വേഷണം ആവശ്യപ്പെടാനാകും. അങ്ങനെ ഈ സർവത്ര ദുരൂഹമായ ഇടപാടുകളൊക്കെ തന്നെയാണ് ഈ ഒരു അർജന്റീനിയൻ സൗഹൃദ മത്സരത്തിന്റെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ആന്റോ അഗസ്റ്റിനും ചേർന്ന് നടത്തിയിട്ടുള്ളത്.